ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാൻ പറഞ്ഞില്ലേ, ഈ കാണുന്ന പൂവാണ് രാവിലെ നല്ല നീല കളറാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ വയലറ്റ് പോലത്തെ കളറാവും. രാവിലെ ഇവിടെ എല്ലാം വൃത്തിയാക്കിയേ. ഇവിടെ എല്ലാം കാടായിരുന്നു, ചെടികളും അല്ലാതെയൊക്കെ ഒത്തിരി കരിയിലയും പോച്ചയും ഒക്കെ ആയിരുന്നേ. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. കുറച്ച് ചെടികളൊക്കെ ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു വീട്ടിലോട്ട്. ചാഞ്ഞു പോയി എൻ്റെ ചെടിയൊക്കെ. ഞാൻ കമ്പ് കുത്തണം. എല്ലാം ഒത്തിരി കരിയിലയും പോച്ചയൊക്കെ ആയിരുന്നു ചെടിക്കകത്തൊക്കെ. ഈ പൂക്കുണ്ടോ? രസമാണ്. ഇതിനകത്ത് നല്ല കളറുണ്ട്. നോക്കട്ടെ, കാണാൻ പറ്റുമോ? കണ്ട, വയലറ്റ് പോലെ നല്ല കടും കളറാണ്. പിന്നെ എൻ്റെ ഒരു റോസാപ്പൂ കണ്ടോ? ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ പറിച്ചിട്ടേക്കുന്ന ചെടികളാണ്. ഈ ചെടിയെ പച്ചമുളക്, ഡേഡീസ് കനകാമ്പരം ഒക്കെ ഉണ്ട് അതിൽ. അതെല്ലാം വീട്ടിൽ കൊണ്ട് നടാമെന്ന് വെച്ച്. ഇവിടെ വരെ വൃത്തിയാക്കിയുള്ളൂ, ഇനി ഇങ്ങോട്ട് വൃത്തിയാക്കാനുണ്ട്. ഉണ്ടോ കിടക്കുന്നതുണ്ടോ? എല്ലാം ഇനി വൃത്തിയാക്കണം. ഇന്നിനി ഇവിടെ വരെ ഉള്ളൂ. ഇത്രയും വൃത്തിയാക്കി. ഇനി വീട്ടിൽ പോകണ്ടായോ? മോള് വരുമ്പോഴത്തേന് വീട്ടിലും പോകണം. അപ്പം വൃത്തിയാക്കിയത് കൊള്ളാമോ കൂട്ടുകാരെ? അപ്പോൾ രാവിലെ അടുപ്പൊക്കെ വൃത്തിയാക്കി അടുപ്പിൽ തീ കത്തിച്ച്, നമുക്ക് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ തെങ്ങോല ചൂട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ചൂട്ട് വെച്ച് കത്തിക്കാവേ. അങ്ങനെ ചൂട്ട് വെച്ച് അടുപ്പിൽ തീ കത്തിച്ച്, പിന്നെ പട്ടിക്കുഞ്ഞിന് ചോറ് ചൂടാക്കി കൊടുക്കണം. വൈകുന്നേരം വെന്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പോരുന്നു. അപ്പോൾ അത് പിന്നെ എടുത്ത് ചൂടാക്കി അവർക്ക് കൊടുക്കാം. കൊടുത്തിട്ട് പിന്നെ അരി അടപ്പയിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു ഉണക്കമീനൂടെ വറുത്തിട്ട് അതിനകത്ത് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അടുപ്പത്തായി ഇവന്മാർക്ക് വന്ന് ചോറെടുത്ത് കൊടുത്തു. ഒരുത്തി തിന്നില്ല. വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുക കുതിരാനെ. റേഷൻ കടയിലെ കുത്തിരിയ. ഇത് കഴുകട്ടെ. അരി അടുപ്പത്തിട്ട്. പക്ഷേ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല, അതിലായിരുന്നു ഫോൺ. തിളച്ചില്ല, തിളയ്ക്കുന്നതേ ഉള്ളൂ. ഒക്കെ കൊത്തി കളച്ചിട്ടിരുന്ന കുറച്ച് പോച്ചയൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ കുറച്ച് ഉണങ്ങിക്കിടക്കുമായിരുന്നേ. വരുത്തി ഇടാമെന്ന് വിചാരിച്ചേ. എന്താ വിചാരിച്ചു. സോയാബീൻ കറി വെച്ചതാണേ. പിന്നെ പപ്പടം. വലിയവൻ്റെ പൊതി എടുക്കാനാവും പോയി. വണ്ടിയെ വെച്ചിട്ട് പോകുന്നു. അപ്പം അതെടുക്കാം. പേനത്തി കറി ഉണ്ടതോടെ എടുക്കാം. അപ്പം അങ്ങനെ അവന് ചിക്കൻ കറി ആയിരുന്നു കൊണ്ടുവന്നേ. അപ്പം അതെനിക്ക് തന്നു. പിന്നെ വൈകിട്ട് പിന്നെ മൂത്ത മരുമോളും വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഇങ്ങോട്ട് പോരുന്നേ. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരേ.